യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ല ഇനി നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടാൻ. നിശ്ചയമായിട്ടും പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ മടങ്ങി വരവ്, മേഘപ്രത്യക്ഷത, മഹത്വ പ്രത്യക്ഷത, ഇതൊക്കെ വളരെ വേഗത്തിൽ തന്നെ സംഭവിക്കാൻ പോവുകയാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും നിറവേറാനുള്ള ഒരു വാഗ്ദത്തമാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ നിറവേറി, ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും എല്ലാ പ്രോമിസുകളും ഫുൾഫില്ലായി. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനോടനുബന്ധിച്ച് യേശു കർത്താവ് സംഭവിക്കും എന്ന് പറഞ്ഞ ലോക ലക്ഷണങ്ങൾ ഓരോന്നോരോന്നും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മളത് കേട്ടും കണ്ടും ഇരിക്കുന്നവരാണ്. അപ്പോൾ അധികമില്ല ഇനി ആ നാളുകൾക്ക്. ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ച സമയത്തേക്കാൾ മുൻപ് തന്നെ അത് ഏറ്റവും അടുത്തിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ അകത്തൊരു പ്രത്യാശ ഉണ്ടാകണം, അല്ലേ? സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ല ഇനി നാളുകൾ. അപ്പോൾ വചനം നമ്മളോട് പറയുകയാണ്, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. അപ്പോൾ യേശു കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, വചനം ധ്യാനിക്കുന്ന നിങ്ങളോട്, കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്ന നിങ്ങളോട് ബൈബിൾ ഉറപ്പായി നൽകുന്ന വാഗ്ദത്തം, നിങ്ങളുടെ ആ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ടാകും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്.
ഈ ലോകത്തിലെ ഒരു കമ്പനിക്ക് വേണ്ടിയോ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയോ നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഹോസ്പിറ്റലിലോ എവിടെയോ ആയിക്കോട്ടെ, അവിടുന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു പ്രതിഫലമുണ്ട് അല്ലേ? അതിനെ നിങ്ങൾക്ക് സാലറി എന്നോ വേജസ് എന്നോ സപ്പോർട്ടെന്നോ എന്ത് വേണേലും വിളിക്കാം. അപ്പോൾ ആ പ്രതിഫലം ഈ ഭൂമിയിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തിയാൽ, നിങ്ങൾ കൊടുത്ത സമയം, നിങ്ങൾ കൊടുത്ത ആരോഗ്യം, നിങ്ങളുടെ കഴിവ്, നിങ്ങൾ ആ ഒരു കമ്പനിക്ക് വേണ്ടി, ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് കൊണ്ട് അവർ നിങ്ങൾക്ക് തന്ന പ്രതിഫലമാണ്. അത് പക്ഷേ ഇവിടം കൊണ്ട് തീരുന്നതാണ്. നമ്മൾ സാലറി മേടിക്കുന്നു, പലരും പറയുന്ന പോലെ സാലറി വാങ്ങിച്ചു കഴിഞ്ഞ് അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല, വേഗത്തിൽ തീർന്നു പോകുന്നു. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അത് തീർന്നു പോകുന്നതല്ല, അത് കുറഞ്ഞു പോകുന്നതല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന, സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഈ ഭൂമിയിലും പ്രതിഫലം ഉണ്ടാകും, സ്വർഗത്തിലും പ്രതിഫലം ഉണ്ടാകും. ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറയാം. ഈ ലോകപ്രകാരം നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക്, പ്രവർത്തനങ്ങൾക്ക് ആ കമ്പനിയിൽ നിന്ന്, ആ വ്യക്തിയിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ദൈവരാജ്യത്തിലും ദൈവസന്നിധിയിലും നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്താൽ, നിങ്ങളിപ്പോൾ ഒരു ചർച്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, നിങ്ങൾ ഒരു സുവിശേഷകനോ സുവിശേഷകയോ ആണെങ്കിൽ, നിങ്ങളൊരു പാസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തുമാകാം, നിങ്ങളൊരു കൗൺസിലർ ആയിരിക്കാം, എന്തുമാകാം, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ്, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ ഭൂമിയിലും ദൈവം നിങ്ങളെ മാനിക്കും, ഉറപ്പായിട്ട് മാനിക്കും. കാരണം ബൈബിൾ പറയുന്നുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കാനായിട്ട് ഇടയാകും. നമ്മളത് പ്രതീക്ഷിച്ചായിരിക്കരുത് അത് ചെയ്യുന്നത്. നമ്മളത് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ദൈവം നമ്മളെ മാനിച്ചിരിക്കും. യേശു കർത്താവ് പറഞ്ഞല്ലോ, ഈ ഭൂമിയിൽ എൻ്റെ നാമത്തിൽ അപ്പനെയോ അമ്മയോ വീടോ സഹോദരങ്ങളെയൊക്കെ വിട്ടുകളഞ്ഞാൽ ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും അതെല്ലാം 100 മടങ്ങായിട്ട് നിങ്ങൾക്ക് തിരികെ കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? അപ്പം 100 മടങ്ങ് പ്രതിഫലം തരുന്നവനാണ് നമ്മുടെ ദൈവം. അങ്ങനെ പ്രതിഫലം തരുന്ന ആരും ഈ ലോകത്തിലില്ല. ഇവിടെ മാത്രമല്ല, അങ്ങ് സ്വർഗത്തിൽ നിത്യതയിലും ആ സിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്ത പ്രവർത്തികൾക്കൊത്തവണ്ണം ദൈവം നമ്മളെ ന്യായം വിധിക്കുകയും നമ്മുടെ പ്രതിഫലം അവൻ നമുക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ കർത്താവിലുള്ള പ്രതിഫലത്തെ പ്രത്യാശിച്ചുകൊണ്ട്, ആ കർത്താവിൽ നിന്നുള്ള നന്മയെ നോക്കി പാർത്തുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയട്ടെ, പ്രവർത്തിക്കാൻ കഴിയട്ടെ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ല ഇനി നാളുകൾ, നമ്മുടെ ആദികളെ തീർത്തിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ, നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലിനിയും നാളുകൾ, നമ്മുടെ ആദികൾ തീർത്തിടുവാൻ